കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നതും ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ആ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഉണ്ടാവും ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ അവരെല്ലാവരും റിവ്യൂ ചെയ്യാമെന്ന് ചോദിച്ച ഫോണാണ് മോട്ടറോളയുടെ എഡ്ജ് 50 ഫ്യൂഷൻ. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യാം. നിങ്ങൾ ഇഷ്ടംപോലെ ചാനലുകളിൽ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ വീഡിയോയിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഫോണിൻ്റെ പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എന്തായാലും റിവ്യൂ ചെയ്യുവാണ്. അപ്പോൾ ഈ ഫോൺ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, ഈ ഫോണിനെ പറ്റി ഒന്നും അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഫോണിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് പറയാം. ഇതാണ് ഫോണിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ലുക്കുള്ള ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ഫോൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. 6.67 ഇഞ്ച് വരുന്ന 144 ഹെർട്സിൻ്റെ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോണിൽ 5000 mAh ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ 68 വാട്ടിനാണ് ഫാസ്റ്റ് ചാർജർ വരുന്നത്. അതും ഫോണിൻ്റെ ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഫോണിൽ വരുന്നത്. ഫോണിൽ മെയിൻ ക്യാമറ വരുന്നത് 50 MP ആണ്. സോണി സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ 13 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള ഹലോ UI ആണ് വരുന്നത്. സാധാരണ എല്ലാ മോട്ടറോള ഫോൺ പോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ്. യാതൊരു വിധത്തിലുള്ള ബ്ലോട്ട്വേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഫോണിൻ്റെ പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഈ ഫോണിൽ ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ ഇറങ്ങുന്ന ഫോണുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഫോണിൽ മൾട്ടിമീഡിയ യൂസ് ചെയ്യാനായിട്ട് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റിയ ഫോണാണ്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഫോൺ കൈ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഫോണാണ്. ഫോണിൻ്റെ ബാക്ക് സൈഡ് വരുന്ന പ്ലാസ്റ്റിക്കിലാണ്. കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കയ്യിൽ നമ്മളൊരു ഗ്ലാസ് പിടിച്ചൊരു ഫീൽ ചെയ്യുള്ളൂ. പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും കർവ്ഡ് ഡിസ്പ്ലേ ആണ്. നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു കവറൊക്കെ ഇട്ട് യൂസ് ചെയ്താൽ വളരെ നല്ലത്. ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലോസി ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊന്നും അട്രാക്ട് ചെയ്യില്ല. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കവറിട്ട് യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, IP68 അതും 25,000 രൂപ പ്രൈസ് റേഞ്ച് താഴെ. മറ്റുള്ള ഫോണുകൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ IP52 അല്ലെങ്കിൽ 54 ഒക്കെയാണ് തരുന്നത്. ഇതിൽ നമുക്ക് IP68 തരുന്നുണ്ടെന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഫോണൊന്ന് വെള്ളത്തിൽ പോയാലും നമുക്ക് യാതൊരു ഇഷ്യൂ ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ലുക്കും ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് തന്നെയാണ്. സിംഗിൾ ഹാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് സിംഗിൾ ഹാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. 178 ഗ്രാം എന്തോ ആണ് വെയിറ്റ് വരുന്നത്. വളരെ സ്ലിം ആണ് ഫോണെന്നുണ്ടെങ്കിൽ നമുക്ക് 5000 mAh ഫോണിൽ ബാറ്ററി വരുന്നുണ്ട്. 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ഈ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ബോക്സിനകത്ത് തരുന്നുണ്ട്. സാംസങ് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള CMF പോലുള്ള കമ്പനികളൊക്കെ ഇത് കണ്ടുപഠിക്കണം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സാംസങ്ങിൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. CMF ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ സമയത്താണ് മോട്ടറോളയുടെ ഫോൺ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ബോക്സിനകത്ത് തരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ക്യാമറയാണ്. 50 MP ആണ് ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത്. സോണിയുടെ സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ 13 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറ 32 MP ആണ് വരുന്നത്. ക്യാമറ ഈ ഫോണിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തന്നെ പറയാം. പക്ഷേ ഒരു നെഗറ്റീവ് ഉണ്ട്. അത് ഞാൻ നെഗറ്റീവ് പറയുന്ന കൂട്ടത്തിൽ പറയാം. ഇതിൻ്റെ മെയിൻ ക്യാമറ എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല വെട്ടം വെളിച്ചുള്ള സാഹചര്യത്തിൽ നല്ല കിടിലൻ ഫോട്ടോസാണ്. അതായത് ബഡ്ജറ്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കിടിലൻ ഫോട്ടോസാണെന്ന് പറയാം. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള എന്നാൽ നാച്ചുറൽ കളറോട് കൂടിയിട്ട് നമുക്ക് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. എടുത്തു പറയേണ്ട ഇതിലെ പോർട്രേറ്റ് ഫോട്ടോസാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എനിക്കിതിലെ ബാക്ക് ക്യാമറയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സെൽഫി ക്യാമറയാണ്. അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നാച്ചുറൽ ലുക്കുള്ള ഫോട്ടോസാണ് സെൽഫി ക്യാമറ വരുന്നത്. അത്യാവശ്യം സ്കിൻ ബ്രൈറ്റനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നല്ല നീറ്റായിട്ടുള്ള നമുക്ക് കാണാനായിട്ട് നല്ല കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിലുള്ള സെൽഫി ഫോട്ടോസാണ് കിട്ടുന്നത്. എത്ര ഹെവി ആയിട്ട് യൂസ് ചെയ്താലും യാതൊരു തരത്തിലുള്ള ഹീറ്റിങ്ങും ഇല്ല എന്നുള്ളത് ഈ ഫോണിൻ്റെ ഒരു പോസിറ്റീവാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഇറങ്ങുന്ന ചില ഫോണുകളിൽ നമ്മൾ അത്യാവശ്യം വീഡിയോസ് ഷൂട്ട് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ചില ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഫോൺ ഹീറ്റ് ആവും. ഗെയിമൊന്നും കളിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട് പോലും മാക്സിമം ഹീറ്റ് വന്നിരിക്കുന്നത് 35 ഡിഗ്രിയാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന സ്പീക്കേഴ്സ് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ടെക്നോളജി കുറച്ചുകൂടെ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപ തൊട്ട് ഇങ്ങോട്ട് വരുന്ന എല്ലാ ഫോണിലും NFC കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഈ ഫോണിൻ്റെ പോസിറ്റീവായിട്ട് തോന്നിയത്. ഇനി ഈ ഫോണിൽ എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഫോണിലെ പ്രോസസ്സറാണ്. ഒരിക്കലും ഞാൻ ഈ പ്രോസസ്സർ കൊള്ളിയല്ലാത്തൊരു പ്രോസസ്സറാണ് നല്ല പറയുന്നത്. നല്ലൊരു പ്രോസസ്സറാണ്. 5,60,000 6 ലക്ഷത്തിനടുത്ത് വരെ ആൻഡ്രോയിഡ് സ്കോർ വരുന്ന നല്ലൊരു പ്രോസസ്സറാണ്. ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു പ്രോസസ്സറാണ്. എന്നിട്ടും ഞാനിത് നെഗറ്റീവാണെന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന മറ്റുള്ള ഫോണുകളിൽ വരുന്ന പ്രോസസ്സറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് കുറച്ച് നെഗറ്റീവ് എന്ന് ഞാൻ പറയാൻ കാര്യം. ഉദാഹരണത്തിന് OnePlusൻ്റെ Nord CE4 എന്ന് പറഞ്ഞ ഫോൺ
ഈ ഫോണിൻ്റെ സെയിം പ്രൈസ് കാറ്റഗറി തന്നെയാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 വരുന്നുണ്ട്. അതിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ നോക്കാനാണെന്നുണ്ടെങ്കിൽ 8 ലക്ഷത്തിന് മുകളിലാണ്. ഈ ഫോണിനകത്ത് നമുക്ക് 6 ലക്ഷത്തിൽ താഴെ ആൻഡ്രോയിഡ് സ്കോർ വരുമ്പോഴാണ് സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന ആ ഫോണിനകത്ത് നമുക്ക് 8 ലക്ഷത്തിന് മുകളിൽ ആൻഡ്രോയിഡ് സ്കോർ വരുന്നത്. എന്തുകൊണ്ടും ആ ഫോണിനകത്ത് നമുക്ക് ഇതിലും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ iQOO Z7 Pro ഉണ്ട്. 7 ലക്ഷത്തിന് 7 ലക്ഷത്തിനടുക്ക് ആൻഡ്രോയിഡ് സ്കോർ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഡിമെൻസിറ്റിയുടെ 7200 എന്ന് പറഞ്ഞാൽ നല്ല കിടിലം പ്രോസർ വരുന്നുണ്ട്. ഈ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ്റെ പ്രൈസ് വരുന്നത് 25,000 രൂപയാണ്. നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു 3000 രൂപയുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു 28 രൂപ മുടക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന പോക്കോയുടെ F6-നേക്കാളും മികച്ചൊരു ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിലേ ഇല്ല. 28,000 പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 എന്ന് പറഞ്ഞ പ്രോസർ വരുന്നുണ്ട്. ഏകദേശം 14 ലക്ഷത്തിന് മുകളിലാണ് അതിനകത്ത് ആൻഡ്രോയിഡ് സ്കോർ വരുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഈ ഫോണിനകത്ത് നമുക്ക് 6 ലക്ഷത്തിൽ താഴെ ആൻഡ്രോയിഡ് സ്കോർ വരുമ്പോഴാണ് പോക്കോയുടെ F6-നകത്ത് 14 ലക്ഷത്തോളം ആൻഡ്രോയിഡ് സ്കോർ വരുന്നത്. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും എന്തുമാത്രം പെർഫോമൻസ് മാറ്റം ഉണ്ടാകുന്നുള്ളത്. വേറെ ഒന്നുമല്ല, പ്രൈസ് ഡിഫറൻസ് നോക്കുമ്പോഴാണ് വെറും 3000 രൂപയുടെ വ്യത്യാസമുള്ളൂ. പോക്കോ F6-നകത്ത് നമുക്ക് 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, ടർബോ ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, UFS 4.0 വരുന്നുണ്ട്. അതുപോലെ തന്നെ LPDDR5X റാം വരുന്നുണ്ട്. ആൾക്കാർ ആ ഫോൺ വാങ്ങാനായിട്ട് മടിക്കുന്നത് പോക്കോയുടെ ഫോൺ ആയതുകൊണ്ട് മാത്രമാണ്. വേറെ ഏതെങ്കിലും കമ്പനിയുടെ ബ്രാൻഡ് നെയിമിലാണ് വന്നിരുന്നെങ്കിൽ ആ ഫോൺ ചൂടപ്പം പോലെ വിറ്റുപോയനെ. പോക്കോയുടെ ഫോണുകളിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് മദർ ബോർഡ് ഇഷ്യൂസും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ക്യാമറ അടിച്ചുകൊണ്ട് പരിപാടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോക്കോയുടെ ഫോണുകൾ മേടിക്കാനും ആൾക്കാർക്ക് പേടിയാണ്. ക്യാമറ ഈ ഫോണിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ എനിക്ക് അതിനകത്തൊരു ചെറിയ നെഗറ്റീവ് പറയാനുള്ളത് നൈറ്റ് ഫോട്ടോഗ്രാഫി. അത് കുറച്ച് ഷോക്കായിട്ട് എനിക്ക് തോന്നിയത്. വേറെ ഒന്നുമല്ല, രാത്രിയിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അത്ര നല്ല ഫോട്ടോസ് അല്ല കിട്ടുന്നത്. അത് സെൽഫി ക്യാമറയിലായിക്കോട്ടെ മെയിൻ ക്യാമറയിലായിക്കോട്ടെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി വളരെ മോശമാണ്. പിന്നെ ഇതിനകത്ത് HDR സപ്പോർട്ട് ഇല്ല എന്നുള്ളത്. നമുക്ക് ഈ ഫോണിനകത്ത് HDR സപ്പോർട്ട് നെറ്റ്ഫ്ലിക്സിനകത്ത് ഇല്ല. യൂട്യൂബിനകത്ത് കിട്ടുന്നുണ്ട്. യൂട്യൂബിൽ നമുക്ക് HD വീഡിയോസും കാര്യങ്ങളും 4K വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ നെറ്റ്ഫ്ലിക്സിനകത്ത് HDR സപ്പോർട്ട് ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മേ ബി പ്രോസസറിൻ്റെ ആയിരിക്കും. ഇത്രയും നല്ലൊരു ഡിസ്പ്ലേ ഉള്ളപ്പോഴും നെറ്റ്ഫ്ലിക്സിനകത്ത് നമുക്ക് HDR സപ്പോർട്ട് ഇല്ല എന്നുള്ളത് ശോകമാണ്. ഒരു കൺക്ലൂഷനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ വാങ്ങാതിരിക്കുന്ന നല്ലത്. വേറെ ഒന്നുമല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേറെ ഇഷ്ടം പോലെ ഫോണുകൾ ഇതിലും മികച്ച പെർഫോമൻസ് വരുന്ന ഗെയിം കളിക്കാൻ പറ്റിയ ഫോണുകൾ വരുന്നുണ്ട്. ഇനി ഈ ഫോൺ എങ്ങനെയുള്ളവർ വാങ്ങണമെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ വീഡിയോസ് കാണുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയ ഇഷ്ടം പോലെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ കണ്ടിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് കാണുന്ന ആളാണ്, മൾട്ടിമീഡിയ ഇഷ്ടം പോലെ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി മേടിക്കുക. കിടിലൻ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നല്ലൊരു സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട്. 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. നിങ്ങൾ എത്ര തന്നെ ഹെവി യൂസർ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം ബാറ്ററി ലൈഫ് ഈസി ആയിട്ട് കിട്ടും. ഇനി നിങ്ങളൊരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ 1.5 ദിവസം മുതൽ 2 ദിവസം വരെ ഈസി ആയിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെ കൂടുതൽ പെൺകുട്ടികൾക്ക് പറ്റിയ ഫോണാണിത്. മൾട്ടിമീഡിയ നല്ല കിടിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിംഗിൾ ഹാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഒതുങ്ങിയ ഫോണാണ്. നല്ല ബാറ്ററി ലൈഫ് കിട്ടും. സെൽഫി ക്യാമറ നല്ല കിടിലൻ സെൽഫി ക്യാമറയുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് 25,000 ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഗെയിം കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.